വൈറ്റ് ഡിസ്ചാർജ്, വെള്ളപ്പോക്ക്, ഗുപ്തസ്ഥാനത്തിൽ നിന്ന് പോകുന്ന ആർത്തവ ബ്ലീഡിംഗ് അല്ലാതെ ഏത് ലിക്വിഡ് അവിടെ നിന്ന് പോയി കഴിഞ്ഞാലും നമ്മൾ അതിനെ പൊതുവെ വൈറ്റ് ഡിസ്ചാർജ് അല്ലെങ്കിൽ വെള്ളപ്പോക്ക് എന്ന് പറയും. ഇതിന് അസ്ഥി ഒരുക്കമെന്നും പറയാറുണ്ട്, പക്ഷേ ഇറ്റ്സ് മിസ് നോമ. നമ്മൾ ഒരിക്കലും അസ്ഥി ഒരുക്കം എന്ന് പറയാൻ പാടില്ല, കാരണം അത് അസ്ഥി ഒരുക്കിയിട്ടൊന്നല്ല പോകുന്നത്. അത് സിംപ്ലി അങ്ങനെ പറയാൻ കാരണം ഉണ്ടായത് നോർമലി കണ്ടുവരുന്ന അങ്ങനെ വല്ലാതെ വെള്ളപ്പോക്ക് ഉള്ള ആൾക്കാർക്ക് ബാക്ക് പെയിൻ ഉണ്ടാകും, ക്ഷീണം ഉണ്ടാകും. കാരണം കൊണ്ട് അവരിങ്ങനെ നോർമലി അസ്ഥി ഒരുക്കം എന്ന് പറയാൻ തുടങ്ങി എങ്കിൽ പോലും നോർമലി വെള്ളപ്പോക്ക് ഉണ്ടാകുന്ന ആൾക്കാർക്കൊക്കെ ഈ സിംറ്റംസ് കാണൂല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ബോഡിത്തെ ഈ വെള്ളപ്പോക്കില് അല്ലെങ്കിൽ ഈ വൈറ്റ് ഡിസ്ചാർജ് നമ്മളുടെ കുറിച്ച് പലതും നമുക്ക് പറഞ്ഞു തരാൻ പറ്റും എന്നുള്ളതാണ്. ഇതിനെ കുറിച്ച് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. നമ്മുടെ വായിൽ തുപ്പലുണ്ടാവൂലേ, എപ്പോഴും ഒരു നനവ് ഉണ്ടാകൂലേ, അതേപോലെ അവിടെയും ഒരു ചെറിയ ഒരു മോയ്സ്ചർ ഉണ്ടാകുന്നത് അത്യാവശ്യമാണ്. അത് നമ്മുടെ ബോഡിക്ക് ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസും കൂടിയാണ് കേട്ടോ. ലൈക്ക് നമ്മള് വെറും വായിലൊരു തുപ്പലം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ തുപ്പലത്തിലുള്ള സലൈവയിൽ ഉള്ള എൻസൈംസ് നമ്മളുടെ പുറത്തുനിന്ന് പറഞ്ഞാൽ നമ്മള് എക്സ്പോസ്ഡ് അല്ലേ. ഇപ്പൊ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റുമുള്ള മൈക്രോബ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ വായിലോട്ട് പോകാൻ പറ്റും. അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞാല് അത് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമല്ലേ. അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, അതിനെ കില്ല് ചെയ്യാൻ വേണ്ടി, അതിനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള എൻസൈംസ് ഒക്കെ നമ്മുടെ സലൈവയിൽ ഉണ്ടാവും. അതേപോലെ നമ്മുടെ കണ്ണിൽ എപ്പോഴും ഒരു മോയ്സ്ചർ ഉണ്ടാകും. അതേപോലെ തന്നെയാണ് നമ്മളുടെ ഗുപ്തസ്ഥാനത്തിൽ ചെറിയൊരു നനവുണ്ടാകും. ആൻഡ് ദാറ്റ്സ് നോർമൽ ആ വെള്ളപ്പോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ നമ്മുടെ ബോഡീസ് ആണുങ്ങളുടെ ബോഡീസിനെക്കാട്ടും ഡിഫറെന്റ് ആണ്, റൈറ്റ്? നമുക്കൊരു മന്ത്ലി സൈക്കിൾ ഉണ്ട്, ഒരു മാസത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പീരിയോഡിക് ആയിട്ടുള്ള അപ്പ് ആൻഡ് ഡൗൺ ഉള്ള സൈക്കിൾസ് ഉണ്ട്. നമ്മുടെ ബോഡിയിൽ കുറെ ഹോർമോണൽ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പൊ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഹോർമോൺസ് എങ്ങനെയാണോ മേലെയും താഴെയും പോകുന്നത്, അങ്ങനെ നമ്മുടെ അവിടുത്തെ ലിക്വിഡിന്റെ വെറൈറ്റി ഒന്ന് ചേഞ്ച് ചെയ്യും. വെള്ളപ്പോക്ക് എങ്ങനെയാണോ അത് കണ്ടിട്ട് നമുക്ക് പറയാൻ പറ്റും നമ്മൾ നമ്മുടെ സൈക്കിളിൽ ഏത് ഭാഗത്താണുള്ളത് എന്നത്. ഫോളോ ഫോർ മോർ.